സങ്കീർത്തനങ്ങൾ അധ്യായം 34. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഞാൻ കർത്താവിനെ എപ്പോഴും വാഴ്ത്തും. തൻ്റെ സ്തുതികൾ എല്ലാ സമയവും എൻ്റെ വായിലുണ്ടായിരിക്കും. എൻ്റെ ആത്മാവ് കർത്താവിൽ പ്രശംസിക്കും. ദരിദ്രന്മാർ കേട്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്നോടുകൂടെ കർത്താവിനെ പുകഴ്ത്തുവിൻ. നാം ഒരുമിച്ച് തൻ്റെ തിരുനാമത്തെ ഉയർത്തണം. ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, താൻ എന്നോട് ഉത്തരമരുളി. എൻ്റെ സർവ്വഞെരുക്കങ്ങളിൽ നിന്ന് താൻ എന്നെ രക്ഷിച്ചു. നിങ്ങൾ തങ്കത്തിലേക്ക് നോക്കി തന്നിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ മുഖങ്ങൾ ലജ്ജിക്കയില്ല. ഈ ദരിദ്രൻ തന്നെ വിളിച്ചിട്ട് താൻ അവനെ ചെവിക്കൊണ്ട് അവൻ്റെ സകല ഞെരുക്കങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. കർത്താവിൻ്റെ മാലാഖമാരുടെ സൈന്യം തൻ്റെ ഭക്തന്മാരെ ചുറ്റിയിരിക്കുന്നു. താൻ അവരെ രക്ഷിക്കും. കർത്താവിന് നല്ലവനാകുന്നുവോ എന്ന് രുചിച്ചു നോക്കുവിൻ. തന്നിൽ ആശ്രയിച്ചിരിക്കുന്ന ഏവർക്കും ഭാഗ്യം. സമ്പന്നന്മാർ ദരിദ്രരായി പട്ടിണി കിടന്നു. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല. മക്കളെ, വന്ന് എന്നെ ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങളെ ദൈവഭക്തി പഠിപ്പിക്കാം. ജീവനെ ആഗ്രഹിച്ച് നല്ല ദിവസങ്ങൾ കാൺമാൻ കാക്ഷിക്കുന്ന മനുഷ്യൻ ഏതാകുന്നു? തിന്മയിൽ നിന്ന് നിന്റെ നാവിനെ കാത്തുകൊള്ളുക. നിന്റെ അധരങ്ങൾ വഞ്ചന സംസാരിക്കരുത്. ദോഷത്തെ വിട്ടുമാറി ഗുണം ചെയ്യുക. സമാധാനത്തെ അന്വേഷിച്ചതിനെ പിന്തുടരുക. കർത്താവിൻ്റെ കണ്ണുകൾ പുണ്യവാന്മാരുടെ മേലുണ്ട്. അവരെ കേൾപ്പാൻ തൻ്റെ ചെവികൾ തുറന്നിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയുവാൻ കർത്താവിൻ്റെ തിരുമുഖം അവർക്ക് വിരോധമായിരിക്കുന്നു. പുണ്യവാന്മാർ നിലവിളിച്ചു. കർത്താവ് അവരെ കേട്ടവരെ രക്ഷിച്ചു. കർത്താവ് ഹൃദയ തകർച്ചയുള്ളവർക്ക് സമീപസ്ഥനാകുന്നു. ആത്മവിനയമുള്ളവരെ താൻ രക്ഷിക്കുകയും ചെയ്യുന്നു. പുണ്യവാന്റെ അരിഷ്ടതകൾ വളരെയാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ രക്ഷിക്കും. താൻ അവൻ്റെ സകല അസ്ഥികളെയും അവയിലൊന്നും തകർക്കപ്പെടാതിരിക്കത്തക്കവണ്ണം കാക്കുന്നു. തിന്മ ദുഷ്ടന്മാരെ കൊല്ലുന്നു. നീതിമാനെ ദ്വേഷിക്കുന്നവർ നശിച്ചു പോകും. കർത്താവ് തൻ്റെ ദാസന്മാരുടെ ആത്മാക്കളെ രക്ഷിക്കും. തന്നിൽ ആശ്രയിക്കുന്ന ഒരുവനും കുറ്റക്കാരനാകയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.